ഹലോ ഓൾ, പുതുപുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാഞ്ഞാൻ ഹോംസ് ഇന്ന് ഒരു പുതിയൊരു വീടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീടാണത്. സോ അതിനായി ഒത്തിരി എൻക്വയറീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് വികാസവാണി എന്ന ലൊക്കേഷനാണ്. നമുക്കറിയാം വികാസവാണി ലൊക്കേഷൻ ഒത്തിരി വില്ല പ്രോജക്ട്സ് വരുന്ന ലൊക്കേഷനാണ്. ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് വികാസവാണി എന്ന ലൊക്കേഷൻ. നമുക്ക് ഇൻഫോ പാർക്ക്, സിവിൽ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ സ്കൂൾസ് എല്ലാം വളരെ നിയർ ബൈ ഉള്ള ലൊക്കേഷനാണ്. ഒത്തിരി വില്ല പ്രോജക്ട്സ് എല്ലാം ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, ഫിനിഷ് ആയിട്ടുമുള്ളതുണ്ട്. സോ നമുക്ക് അവിടെ ഒരു 1900 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റ് പ്ലോട്ടിൽ 4 BHK നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വില്ലയാണ് ഇന്ന് നിങ്ങളിലേക്ക് മാഞ്ഞാൻ ഹോംസ് എത്തിച്ചിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് എവിടെയാണ് നിങ്ങൾക്ക് വില്ലകൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മനോഹരമായ ഒരു ഫ്രണ്ട് എലിവേഷൻ തന്നെയാണ് വീടിനെ നൽകിയിരിക്കുന്നത്. അകത്തെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരാം. ഒരു GI ട്യൂബിലുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അകത്തെ കോമ്പൗണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്ലോറിംഗ് തലപ്പാക്കല്ലിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസോട് കൂടിയുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ ഫുൾ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ നാച്ചുറൽ വാട്ടറും അതുപോലെ തന്നെ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണത്. നമുക്ക് കാർ പോർച്ച് ഏരിയ അവിടെയാണ് വരുന്നത്. കൂടാതെ നല്ലൊരു കവേർഡ് കാർ പോർച്ച് ഏരിയ തന്നെയാണ്. വലിയൊരു വാഹനം കിടക്കാൻ കഴിയുന്നൊരു കാർ പോർച്ച് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു. സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് കിട്ടുന്നത്. സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് നല്ലൊരു ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നു. അടുത്ത നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. വീടിൻ്റെ ലിവിങ് ഏരിയ പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ലിവിങ് ഏരിയ പോർഷനാണ്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഏരിയ. കൂടാതെ TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു സൈഡിൽ നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു മൾട്ടിവുഡ് നിർമ്മിച്ചിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ. കൂടാതെ സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പോവാം. ഈ ഒരു ഏരിയയിലാണ് അതിൻ്റെ ഡൈനിങ് ഏരിയ. ഇവിടെയൊക്കെ നല്ലൊരു മനോഹരമായ ഒരു ആർച്ച് വർക്ക് ഡിസൈനും കാര്യങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നുണ്ട്. കൂടാതെ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസ്. അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയ സ്പേസ്. അതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അടുത്തതായി നമുക്ക് മനോഹരമായ ഒരു കിച്ചൺ ഈ ഒരു സൈഡിൽ നൽകിയിരിക്കുന്നു. മോഡുലാർ ഡിസൈനിലുള്ള അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് സ്പേസുകളും കൂടിയുള്ള ഒരു മനോഹരമായ കിച്ചൺ ഈ ഒരു ഏരിയ സ്പേസിൽ നൽകിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ്. നമുക്ക് ഇവിടെയാണ് അതിൻ്റെ വാർഡ്രോബ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ സീലിംഗ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ ഈ ഒരു സൈഡിൽ ആണ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ടോപ്പ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. GI ട്യൂബ് കൊണ്ടുള്ള സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇവിടെ ഫുൾ നൽകിയിരിക്കുന്നത്. കൂടാതെ വുഡും അതിന് കൂടെ നൽകിയിരിക്കുന്നു. നമുക്ക് ടോപ്പ് ഫ്ലോറിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. 3 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി എന്നിവയാണ് ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. അതിവിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്ക് എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയും വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും അതേ ഒരു ഫെസിലിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ വാർഡ്രോബ് കുറച്ച് ചെറുതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലുള്ള വാർഡ്രോബ് തന്നെയാണ്. അത്യാവശ്യം ഒരു സൗകര്യമുള്ള വാർഡ്രോബ് തന്നെയാണ്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സ്പേസിലുമാണ് കിട്ടുന്നത്. അടുത്തതായി യൂട്ടിലിറ്റി ഏരിയ. നമുക്ക് വാഷിങ്ങിന് മറ്റുമായി ഉപയോഗിക്കാൻ കഴിയുന്ന യൂട്ടിലിറ്റി ഏരിയ വാട്ടർ ഫെസിലിറ്റിയോട് കൂടിയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ബാൽക്കണി ഏരിയ സ്പേസാണ്. ഇവിടെ ഗ്ലാസ് സ്റ്റീൽ കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം അങ്ങോട്ടേക്കും ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 1900 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റ് പ്ലോട്ടിൽ 4 BHK നിർമ്മിച്ചിരിക്കുന്ന 4 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വില 79 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. എറണാകുളത്തിൻ്റെ പ്രീമിയം ലൊക്കേഷനായ കാക്കനാട് വികാസവാണിയിലാണ് ഈ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും കൂടാതെ ഹോം ലോൺ സൗകര്യങ്ങളോടുകൂടി ഈ വീട് സ്വന്തമാക്കുവാനും വീട് വന്ന് നേരിൽ കാണുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.